വർഷം നീണ്ട മുഖ്യമന്ത്രി പദത്തിലെ അവസാന ദിവസങ്ങളായ കഴിഞ്ഞ ദിവസം എല്ലാ വകുപ്പ് മേധാവികളെയും ഓഫീസിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചിരുന്നു. നമസ്കാരം. ഒരു തത്വശാസ്ത്രത്തിന് തൈ നട്ടു ഞാൻ നിത്യവും പിഴുതു നോക്കും വേരെണ്ണാൻ. അങ്ങനെ ആരോ നട്ടുവളർത്തിയ ഉയിരും വെള്ളവും വളവും നൽകിയ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വേരെണ്ണാൻ നിത്യവും പിഴുതു നോക്കിയ ആളാണ് പിണറായി വിജയൻ. തൊഴിലാളി ദിനത്തിൽ തലസ്ഥാന നഗരിയോട് അദ്ദേഹം തൽക്കാലം വിട പറഞ്ഞു. 56 വാഹനങ്ങളില്ല, 3 വണ്ടി മാത്രം. അപ്പോൾ ഇങ്ങനെയും യാത്ര ചെയ്യാം. അതെന്താ, ഇപ്പോഴാരെയും താങ്കൾക്ക് ഭയമില്ലേ? ഇന്ത്യയിലെ അവസാന മുഖ്യമന്ത്രി ഭരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മകൾ മാത്രമായിരുന്നു കൂട്ട്. തെരഞ്ഞെടുപ്പ് ഫലം കണ്ണൂരെ വീട്ടിലിരുന്ന് അറിയാനാണ് ആഗ്രഹം. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒരു ചളിപ്പ് ആ മുഖത്തുണ്ട്. നടപ്പിന് അല്പം സ്പീഡ് കൂടിയിട്ടുണ്ട്. 10 വർഷം നീണ്ട മുഖ്യമന്ത്രി പദത്തിലെ അവസാന ദിവസങ്ങളായ കഴിഞ്ഞ ദിവസം എല്ലാ വകുപ്പ് മേധാവികളെയും ഓഫീസിലേക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചിരുന്നു. ഏതെങ്കിലും മാപ്ര പിന്നാലെ വരുമോ എന്ന ഭയമുണ്ട്. 56 അകമ്പടി വാഹനങ്ങളില്ലാതെ എത്ര സിമ്പിളായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന വഴിയെ തിരിച്ചു പോയത്. അതിനു പിന്നാലെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങി. അപ്പോൾ ഇങ്ങനെ ജീവിക്കാനും അറിയാം. ക്യാബിനറ്റ് കക്കൂസ് വണ്ടിയിൽ കയറാൻ കാല് പൊന്തില്ലായിരുന്നു. കണ്ണൂരിൽ തുറന്ന ജീപ്പിൽ കയറാൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഇതാണ് മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ. താങ്ങാൻ ആളുണ്ടെങ്കിൽ വല്ലാത്ത തളർച്ച തോന്നും. കഞ്ഞി കുടിച്ച് കിടന്നാലും മീശ തുടയ്ക്കാൻ ആൾ വേണ്ടി വരും. ഒരർത്ഥത്തിൽ ഇതൊരു ചരിത്രപരമായ മടക്കമാണ്. ഒരു പ്രസ്ഥാനത്തെയും കുറേ അടിമകളെയും കഴുതകളാക്കിയുള്ള മടക്കം. പരാജിതനായ ഒരു മനുഷ്യനാണോ ഈ പിണറായി? അല്ല. നിത്യദാരിദ്ര്യത്തിൽ നിന്ന് നിത്യകോടി മൂപ്പിന്നായി സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ലാളിച്ചു വളർത്തി ലോകമാകെ കറങ്ങി കോടികളുടെ ആസ്തി ഉണ്ടാക്കി ദിഗ്വിജയിയായിട്ടാണ് പിണറായി വിജയൻ്റെ മടക്കം. മൂർധാവിൽ ശുക്രൻ ഉദിച്ച ഒരു മാർക്സിസ്റ്റുകാരൻ ലോകത്ത് ഇതുപോലെ വേറെ എവിടെയുണ്ട്? സമരം ചെയ്തും മുറിവേറ്റും സാമ്രാജ്യമുണ്ടാക്കിയവരുടെ കഥകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു തെളിവുമില്ലാതെ, ഒരു പോലീസ് മർദ്ദനത്തിൻ്റെ കള്ളക്കഥയല്ലാതെ ഏതെങ്കിലും ഒരു സമരചരിത്രമുണ്ടോ ഈ പിണറായിക്ക് പറയാൻ? അന്ന് ചോരപുരണ്ട ഒരു ഷർട്ട് സഭയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് കാണിച്ചത്രേ. അതാണ് ഈ കോരിത്തരിപ്പിൻ്റെ ഏക ചരിത്രം. തെരുവിൽ വീണ ആരുടെയോ ചോര തൂത്തെടുത്ത് സ്വന്തം ഷർട്ടിൽ തേച്ച് പിടിപ്പിച്ച് ത്യാഗിയാകാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചോര ഉടുമ്പിൻ്റേതാണോ അതോ ആടിൻ്റേതാണോ, അടികൊണ്ട് വീണ ഏതെങ്കിലും ആളുകളുടേതാണോ എന്നതിൽ ഒരു തെളിവുമില്ല. പിണറായി ജീവിതത്തിൽ പട്ടിണി കിടന്ന് മക്കളെ പ്രസ്ഥാനത്തിൻ്റെ ചൂടും ചൂരും പകർന്നു നൽകിയാണോ വളർത്തിയത്? ജനക്കൂട്ടം വന്ന് നിരക്കുമ്പോൾ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് മനുഷ്യനെ പരനാറിയെന്നും നികൃഷ്ടദീപിയെന്നും തെറി വിളിച്ചതല്ലാതെ പിണറായി മുമ്പിൽ നിന്നും നയിച്ച് ലാത്തിച്ചാർജേറ്റ ഒരു സമരം ഏതുണ്ട്? തൊഴിലാളികൾക്ക് വേണ്ടി മുതലാളിമാരുടെ അന്തഃപുരത്തിലായിരുന്നു ഉറക്കം. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ജീവച്ഛവങ്ങളാക്കി, രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. ബ്രണ്ണൻ കോളേജിൽ പഠിച്ച അച്ഛൻ്റെ മകന് ബർമിംഗ്ഹാമിൽ പഠിക്കാൻ അവസരം കിട്ടി. മകളെ ആൾദൈവത്തിൻ്റെ സ്വാശ്രയ കോളേജിൽ അയച്ച് പഠിപ്പിച്ചു. പൊതുവിദ്യാലയത്തിൻ്റെ മഹത്വം അണികളെ കൊണ്ട് പറയിപ്പിച്ച പുള്ളി കൊച്ചുമകനെ എവിടെയാണ് പഠിപ്പിച്ചത്? കഴിഞ്ഞ 10 വർഷമായി പാർട്ടി നയിച്ച സമരങ്ങളൊക്കെ പിണറായി വിജയൻ്റെ കുടുംബസൗഖ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. DYFI നയിച്ച കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ സമരം വീണ തായ്ക്കണ്ടിക്ക് വേണ്ടിയായിരുന്നു. അവർ മാത്യു കുഴൽനാടൻ്റെ വീട്ടിലേക്ക് സമരം നടത്തി കുഴലപ്പം കൊടുത്തു. അഴിമതിയുടെ അമരകോശവും അധികാരത്തിൻ്റെ ആറാട്ട് സദ്യയും നടത്തിയിട്ടാണ് തൊഴിലാളി ദിനത്തിൽ പിണറായി വിജയൻ്റെ മടക്കം. ഞാൻ പോയിട്ടുടൻ വരുമെന്നും സത്യപ്രതിജ്ഞയ്ക്കായി പന്തലിട്ടോളാനും പറഞ്ഞിട്ടാണ് ഈ പോക്ക്. 40 സീറ്റിൽ താഴെയാണ് LDFന് കിട്ടുന്നതെങ്കിൽ പിണറായി കണ്ണൂരിൽ തുടരുമോ, രാജ്യം വിടുമോ? ഈ മനുഷ്യൻ എന്നാണ് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും വകവെച്ചിട്ടുള്ളത്? 80 ആയാലും 100 ആയാലും പ്രായപരിധി പൊക്കിക്കൊടുക്കാൻ പിണറായി ബ്യൂറോയിൽ ആളുണ്ട്. ഈ പ്രസ്ഥാനം ഗുണം പിടിച്ചു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ 2ാം പിണറായി ഭരണം ഇങ്ങനെ കുറ്റിപിഴുത കാളയെപ്പോലെയാകുമായിരുന്നോ? മോഷണം മാത്രമായിരുന്നോ ഇവരുടെ ഉദ്ദേശ്യം? അതിനായി കഴകത്തില്ലാത്ത കുറേ എരണം കെട്ടവന്മാരെ പിടിച്ച് മന്ത്രിയാക്കി. ഒരു 2ാം നിരയെ പാർട്ടിയിലോ ഭരണത്തിലോ ഉണ്ടാക്കിയെടുക്കാൻ ഈ മനുഷ്യൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഴകുഴമ്പന്മാരല്ലാത്ത ഒരൊറ്റ എണ്ണം ഈ പാർട്ടിയിൽ ഇനിയുണ്ടോ? കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഈ മനുഷ്യൻ ഏറ്റെടുത്ത ഉടമ്പടി സ്വന്തം പ്രസ്ഥാനത്തെ തകർക്കാനുള്ളതാണ്. അധികാരം കിട്ടിയാൽ മാത്രമേ പിണറായി വിജയൻ കേരളത്തിലുണ്ടാകൂ, അല്ലെങ്കിൽ രാജ്യം വിട്ടെന്നിരിക്കും. സ്വന്തം മക്കൾ, കുടുംബം, അധികാരം, അതിനപ്പുറം ഒന്നും ആ മനസ്സിലില്ല. 5 വർഷം പ്രതിപക്ഷ നേതാവായി കന്റോൺമെൻറ്റ് ഹൗസിൽ പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടാൻ പിണറായി വിജയൻ താല്പര്യപ്പെടുമോ? അവിടെയും കുളവും വാട്ടർ ഫൗണ്ടനും ചാണകക്കുഴിയുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഹെലികോപ്റ്റർ പറഞ്ഞു വിടാനും പറ്റില്ല. മകനെ കാണാൻ സർക്കാർ ചെലവിൽ എങ്ങനെ ഇനി ദുബായിലേക്ക് പോകും?
കാശ് എത്ര കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അധികാരത്തിൻ്റെ സപ്രപഞ്ചത്തിൽ, വിശിഷ്ട ഭോജ്യങ്ങളുടെ തീന്മേശയിൽ, പൗരപ്രമുഖരുടെ ആന്തോളനത്തിൽ, ആഘോഷങ്ങളിൽ ആറാടിക്കഴിയുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. 10 വർഷം മുഖ്യമന്ത്രിയായി വിലസിയ മനുഷ്യൻ അധികാരമില്ലാതെ 10 ദിവസം കഴിഞ്ഞുകൂടണമെങ്കിൽ മനസ്സതുപോലെ പരുവപ്പെട്ടു വരണം. എല്ലാവരും ഇതുമായി പൊരുത്തപ്പെടാൻ കുറേ സമയമെടുക്കും. അന്തങ്ങൾ ഇനി ഒരു രാത്രി കൂടി സ്വപ്നം കണ്ടുറങ്ങും. ഉറങ്ങട്ടെ, അവരുറങ്ങട്ടെ, അതിനു മുമ്പ് ഞാൻ ഇറങ്ങട്ടെ.